അങ്ങനെ കഴിഞ്ഞു പോരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ അവൾ വളരെ ഇമോഷണലായിട്ട് നിൽക്കുന്ന, അതായത് എനിക്ക് തോന്നുന്നു അവൾ വണ്ടി കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും അറിവിന് പോകുന്നതാണെന്ന്. മേ ബി അവളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പോയി തിരിച്ചു വരാത്തത് കൊണ്ടൊരു തിരിച്ചറിവായിരിക്കാം അവൾക്ക്. അങ്ങനെ ഈ വണ്ടിയിൽ ഇത് 3 കുഞ്ഞുങ്ങളെ നമ്മൾ ശംഖുമുഖത്ത് നിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞുങ്ങളെ ധ്യാൻ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ കൊണ്ടുപോകാനായിട്ട് അയച്ച വണ്ടിയായിരുന്നു അത്. അപ്പോൾ ആ വണ്ടിയുടെ കയറി ബാക്കിയുള്ളവർ നിർത്തിയപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ, അത്രയും ദിവസം ഒരു 10-12 ദിവസം അവരുടെ കൂടെ നിന്ന ഒരു ഇമോഷണൽ കണക്ഷൻ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ എന്തോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവളുടെ ഒരു സങ്കടം ഈ ഈ അറിവിന് പോകുന്നതാണെന്ന് വിചാരിച്ച് ഈ വണ്ടിയിൽ നിൽക്കുമ്പോൾ കാണുന്ന അവളുടെ ഒരു സങ്കടം നമുക്ക് വല്ലാത്തൊരു ആശ്ചര്യം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഇവരുടെ കണക്ഷൻസ്, ഇവർ തമ്മിലുള്ള ഇമോഷൻസ്, ഇവർക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ഒരു ഒരു സംഭവം അത് നമ്മളൊരിക്കലും തിരിച്ചറിയുന്നില്ല. അവർക്കെല്ലാം മനസ്സിലാകും, നമ്മളൊരിക്കലും തിരിച്ചറിയുന്നില്ല. നമ്മൾ ഡോമിനേഷനായി, നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനൊരു മൃഗമായി മാത്രം നമ്മൾ അവരെ കാണുന്നു. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അത് ഒരു 2 ആഴ്ച മുമ്പ്, 2-3 ആഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണത്. അതിനുശേഷം അവൾ നിൽക്കുന്നു. ഇന്നലെയും അവൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. രാവിലെ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. പയ്യന്മാർ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറി കിടക്കാൻ പറഞ്ഞതാണ് അവളെ. അവൾ എണീച്ച് നടന്നു വരുന്നു, കുഴഞ്ഞു വീഴുന്നു, അവളുടെ ജീവൻ പോയി. അപ്പോൾ ശരിക്കും നമുക്ക് ആ നിമിഷം എന്ന് പറയുന്നത്, നമ്മൾ എനിക്കത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ മരണങ്ങൾ കാണുമ്പോഴും ഇവർ ഓരോ പ്രാവശ്യം ഓരോ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണ് ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത്? ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഓട്ടം, നമ്മൾ ഫെയിം ആവാനുള്ള ഓട്ടം, നമ്മൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ചു കൊണ്ടുള്ള ഓട്ടം, എല്ലാം പ്രൂവ് ചെയ്യാനുള്ളൊരു ഓട്ടം. ഈ ഓട്ടപ്പന്തയത്തിൽ എവിടെയോ നമ്മൾ ജീവിക്കാനൊക്കെ മറന്നു പോകുന്ന നിമിഷങ്ങൾ. നമ്മൾ നാളേക്ക് ഒരുപാട് ചേർത്ത് വെക്കുന്നു, പക്ഷെ നാളെ എന്നുള്ളത് ഒരു അടുത്ത നിമിഷത്തിൽ നമ്മളുടെ ജീവൻ പോവാവുന്നതേ ഉള്ളൂ. നമുക്കറിയില്ല ഈ മരണം എന്നുള്ളൊരു സത്യം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. മരണമാണ് സത്യം. ഓരോ പ്രാവശ്യം ഈ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും പല പ്രാവശ്യം നമുക്ക് വളരെ ഇമോഷണലായിട്ട് ആശ്ചര്യം തോന്നുന്ന രീതിക്ക് അവർ മരിക്കാറുണ്ട്. നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടുടർന്നും നമ്മളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കൊടുത്ത് ജീവൻ പോവാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഇവരുമായിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോഴും ഇവരുമായിട്ട് നിൽക്കുമ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പ്രയോജനമല്ല ജീവിതത്തിൽ എന്ന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനുഭവങ്ങളാണ്. പലർക്കും തോന്നുമായിരിക്കും അത് പറയുമ്പോൾ ഇതൊരു ജസ്റ്റ് ഫിലോസഫിയാണെന്ന്. പക്ഷെ സത്യമാണത്. മരണമാണ് സത്യം. മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മരണത്തെ നോക്കിക്കൊണ്ടാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മഹാസത്യം തന്നെയാണത്. എന്തായാലും ഇവളുടെ ആത്മാവിനെ നമ്മൾ ശാന്തി നേരുന്നു. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്, എനിക്ക് വാക്കുകളില്ല. പക്ഷേ നല്ലൊരു മരണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അത്യാവശ്യം വയസ്സായിട്ടുള്ളൊരു പശുവാണ് അവൾ. എന്നാൽ ഒരു ദിവസം പോലും കിടക്കാതെ ഒന്നും അവൾക്ക് ട്രീറ്റ്മെൻറ്റിനോ ഒരു ദിവസം കിടക്കുകയോ നരകിക്കുകയോ അല്ലെങ്കിൽ കഷ്ടപ്പെടുകയോ ഒരു ഇഞ്ചക്ഷൻ പോലും ഒന്നും ചെയ്യാതെ അവളുടെ പെട്ടെന്നൊരു മരണം ഇങ്ങനെ വന്നു, എണീച്ചു, അവൾ നടന്നു, കുഴഞ്ഞു വീണു, മരിച്ചു. അത് ഒരു പാഠമായിട്ട് എനിക്ക് തോന്നി. നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ് മരണത്തെ. അങ്ങനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് മരണത്തെ ഭയമില്ലാതാവും. നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എനിക്ക് വേറൊന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ എനിക്ക് സങ്കടമില്ല. ഇവളുടെ ഒരു മരണത്തിൽ ദുഃഖമൊന്നും എനിക്കില്ല. ഏതൊരു ജീവൻ ജീവിച്ചാലും ഈ ഭൂലോകത്ത് മരണം എന്നുള്ളത് ഒരു സത്യമാണ്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു വാസ്തവം തിരിച്ചും തിരിച്ചും പഠിപ്പിച്ചു തരുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.